ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോയ്ക്ക് ഇന്ന് അതിഗംഭീര ഞായർ എന്ന് തന്നെ പറയാം. 215 ഷോകൾ മാത്രമാണ് കേരളത്തിൽ ട്രാക്ക് ചെയ്യപ്പെടുന്നതെങ്കിലും മികച്ച കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ സിനിമ 24 ദിവസങ്ങൾ പിന്നിടുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 110 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോഴും കേരളത്തിൽ ഇന്ന് 10,000-ന് മുകളിലുള്ള ആളുകളാണ് സിനിമ കാണാനെത്തിയത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം ഇതിനിടയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 215 ഷോകളിൽ നിന്ന് 10,000-തോളം ജനങ്ങൾ ഇതുവരെ കണ്ടു. 22% ഒക്യുപ്പൻസി. ഒരു ഹൗസ്ഫുള്ളും ഒരു ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളുമാണ് ട്രാക്കേഴ്സ് കേരളത്തിൽ ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയാണ്. അതായത് 35 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് ഇന്നത്തെ കേരള കളക്ഷൻ മാത്രമായി വന്നിരിക്കുന്നത്. ഒരുപാട് വമ്പൻ റിലീസുകൾക്കിടയിൽ ഈ ഒരു സിനിമ ഒരു മാസത്തോളമായി ഓടുമ്പോൾ അപ്പോഴും നല്ല കളക്ഷനോടുകൂടി തന്നെ പോകാൻ കഴിയുന്നു. ഇന്നലെ ശനിയാഴ്ച സിനിമയ്ക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 15 ലക്ഷം രൂപയോളമാണ്. അവിടുന്ന് നല്ല ഒരു വർധനവാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇതിനോടകം തന്നെ മികച്ച റെസ്പോൺസാണ്. ഇന്നും ഇന്നലെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് ബാംഗ്ലൂർ നഗരത്തിൽ ഉള്ള ഷോകളെല്ലാം തന്നെ ഓറഞ്ച് മയം തന്നെയായിരുന്നു. അതേപോലെ തന്നെ തെലുങ്കിലും അതേപോലെ തമിഴിലും ഹിന്ദിയിലും മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഹൈദരാബാദിലൊക്കെ ഹിന്ദി വെർഷൻസ് ഒരുപാട് തിയേറ്ററുകളൊന്നും ഇല്ല, ഒരുപാട് ഷോസും കണ്ടില്ല. പക്ഷേ ഉള്ള ഷോസ് എല്ലാം തന്നെ ഓറഞ്ച് മയം തന്നെയായിരുന്നു. പലയിടത്തും ഹൗസ്ഫുൾ ഷോസും ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ പോവുകയാണ്. ഇതിനകത്തിൽ തന്നെ 80% കളക്ഷനും മലയാളം വെർഷന് തന്നെയാണ് സിനിമയ്ക്ക് വന്നത്. അത് 80 കോടി രൂപയോളമാണ് സിനിമയ്ക്ക് മലയാളം വെർഷനിൽ നിന്ന് മാത്രം വന്നത്. ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് 14 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു. ബാക്കി ഉള്ള എമൗണ്ടാണ് സിനിമയ്ക്ക് അന്യഭാഷകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും മികച്ച ഒരു രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്ന മോസ്റ്റ് വയലൻറ്റ് മൂവി ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു സിനിമ ഇന്ന് കുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനിയും ഒരു 20 ദിവസം കൂടെ അല്ലെങ്കിൽ 25 ദിവസം കൂടെ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അണിയറയിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകളും. എന്തായാലും കാത്തിരിക്കാം. OTTയിലേക്ക് ഇറങ്ങാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ളതും അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് കാണാൻ ഉള്ള ചാൻസുമുണ്ട്. ഇനി സംക്രാന്തിയാണ് വരാൻ പോകുന്ന. ആ ഒരു സമയത്ത് ഹിന്ദിയിൽ ഒരിക്കൽ കൂടെ മാർക്കറ്റ് ആളിക്കത്തും. സിനിമ 150 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രീൻ മീഡിയാസ്.